ഒരാളെ നമ്മളിങ്ങനെ കണ്ടുമുട്ടുമ്പോൾ അയാൾക്ക് നല്ല സന്തോഷം, അയാളുടെ മുഖത്ത് നല്ല ചിരി, ഭയങ്കര ഹാപ്പിനെസ് കാണിക്കുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് ആ സന്തോഷത്തിന് കാരണം നമ്മളാണെന്നുള്ളത്. അങ്ങനെ അറിയാൻ കഴിഞ്ഞാൽ സംഭവിക്കുകയെന്ന് വെച്ചാൽ അയാളുടെ സന്തോഷത്തിൻ്റെ എത്രയോ ഇരട്ടി സന്തോഷം നമുക്കുണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കാനുള്ള എളുപ്പ വഴികൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല ബെസ്റ്റ് കോംപ്ലിമെൻറ്റ്സ് ആണ്. ഒരാളെ നമ്മളിങ്ങനെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാളെ കണ്ട ഉടനെ അയ്യോ മെലിഞ്ഞു പോയല്ലോ, തടി കൂടിപ്പോയല്ലോ, ലോക്ക്ഡൗൺ ആയിട്ട് വണ്ണം വെച്ചല്ലോ, മുടിയൊക്കെ നിരച്ചല്ലോ, ഇതെന്താ നല്ല ഡ്രസ്സല്ലേ, ഇങ്ങനെ നെഗറ്റീവ് ചോദിക്കുന്നതിന് പകരം നേരെ ഉൾട്ട ഓപ്പോസിറ്റ് കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് മിനുങ്ങിയിട്ടുണ്ടോ, നല്ല രസമുണ്ടല്ലോ കാണാൻ, കണ്ടിട്ട് കുറേ നാളായല്ലോ, നല്ല വസ്ത്രമാണല്ലോ ധരിച്ചിരിക്കുന്നത്, പിന്നെ ഒന്ന് നിറം വെച്ചിട്ടുണ്ടല്ലോ, വയസ്സ് കൂടുന്നതനുസരിച്ച് ഹാൻസമായി വരികയാണല്ലോ, ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അതിൽ ഒരു പരിധിവരെ ശരിയുണ്ടാവും. നമ്മൾ വെറുതെ പറയണമെന്നാവുന്നില്ല. നെഗറ്റീവ് തോട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് രക്ഷപ്പെടാനും മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കാനുള്ള ബെസ്റ്റ് ചാൻസ് അതാണ് നല്ല കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ അടുത്ത കാര്യം നമ്മൾ പണ്ടേ പറയാറുള്ള സംഗതി തന്നെയാണ്. ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറയാൻ വരികയാണെങ്കിൽ അയാൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അയാൾ പറയുന്നത് മുഴുവനും കേൾക്കുക. ബി എ ബെസ്റ്റ് ലിസണർ, കേൾവിക്കാരനാവുക. അയാൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് അതും ഇതൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കുക, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് പറഞ്ഞ് നീ കേൾക്കണം എന്ന രീതിയിൽ സംസാരിക്കുന്നതിന് പകരം അയാൾ ഇങ്ങോട്ട് പറയുന്നത് സാഗോദം കേട്ടു കൊടുക്കുക. അങ്ങനെ ലിസണർ ആയാലും അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകും. പിന്നെ അടുത്തത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഒരാളെ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ നല്ല സ്റ്റൈലിനൊരു ചിരി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും സന്തോഷമാണ്, അവർക്കും സന്തോഷമാണ്. പറ്റുമെങ്കിൽ ഈ കൊറോണ കാലം അല്ലാത്ത കാലത്താണെങ്കിൽ ഒരു വാം ഹഗ്, ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടിപ്പിടിക്കുക, കവിളും ഒന്ന് ടച്ച് ചെയ്യുക, പിന്നെ പുറത്തൊക്കെ ഒന്ന് ആലിംഗനം ചെയ്യുക. ആ രീതിയിൽ കെട്ടിപ്പിടിക്കുമ്പോഴും ശരിക്കും ഡോപാമൈൻ പ്രൊഡക്ഷൻ നടക്കുന്നു, സന്തോഷം വരുന്നു, രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് കാണുമ്പോൾ ചിരിക്കാനും ഷെയ്ക്കാനും കൊടുക്കുക, വേണമെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യുക. പറ്റുന്ന ആളുകളെ, പറ്റുന്ന സാഹചര്യം ഇതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അയാൾക്ക് സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന വഴി എന്ന് പറയുന്നത് ഗിഫ്റ്റുകൾ കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക, ടിപ്പുകൾ കൊടുക്കുക, ഇങ്ങനെയുള്ളതൊക്കെയാണ്. ഗിഫ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോ ബന്ധുക്കളൊക്കെ ആണെങ്കിൽ അവരുടെ ആനിവേഴ്സറികൾക്ക്, വെഡിങ് ആനിവേഴ്സറി, ബർത്ത് ആനിവേഴ്സറി, മറ്റെന്തെങ്കിലും ആനിവേഴ്സറി ഓർത്തിട്ട് എന്തെങ്കിലും കൊടുക്കുക. അവരുടെ ഹൗസ് വാമിങ് അല്ലെങ്കിൽ അവരുടെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആരംഭിക്കുമ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് വാൾ പെയിൻറ്റിങ്ങുകളോ അങ്ങനെയുള്ള ഗിഫ്റ്റുകളാണെങ്കിൽ പോലും എന്നും ഓർത്ത് വെക്കുന്ന ഗിഫ്റ്റുകളായിരിക്കും. എന്ന് മാത്രമല്ല, എനിക്ക് ഗിഫ്റ്റ് തരാൻ മാത്രമുള്ള സൗഹൃദം അല്ലെങ്കിൽ സ്നേഹം ആൾക്കുണ്ട് എന്ന് മനസ്സിലാവുന്നത് എപ്പോഴും സന്തോഷം നൽകുന്ന കാര്യമാണ്. സോ അങ്ങനെ പണവുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ തോട്ട് പ്രോസസ്സിലാണ് ഗിഫ്റ്റിന് വില വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഗിഫ്റ്റുകൾ കൊടുക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ, കൊടുക്കാൻ പറ്റിയ ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് നല്ല സന്തോഷമുണ്ടാകും. പിന്നെ സ്വാഭാവികമായിട്ടും അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രഗിളിലാണെങ്കിൽ നീ ഒന്നും കൂടെ ശ്രമിക്കും, നിനക്ക് പറ്റുമെന്ന്, നിൻ്റെ കഴിവൊക്കെ ഞങ്ങൾക്ക് അറിയുന്നല്ലേ, നിനക്ക് എന്തായാലും നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, നീ ബിസിനസ് ചെയ്ത് എന്തായാലും വിജയിക്കും, നീ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തോ, ഈ രീതിയിൽ നിനക്ക് പറ്റും, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ ശ്രമിക്കുക എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും ഡിസ്കറേജ് ചെയ്യരുത്, എൻകറേജ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അപ്പോൾ അടുത്തൊരു കാര്യം നമുക്ക് പറയാവുന്നത് സൽക്കാരമാണ്. ഭക്ഷണ സൽക്കാരം എന്നുള്ളത് ഒന്നെങ്കിൽ ആളെയും കൂട്ടിയിട്ട്, നമുക്ക് ഇഷ്ടമുള്ള ആളെയും കൂട്ടിയിട്ട് ഹോട്ടലിലോ മറ്റോ പോയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കുക. ഇനി വീട്ടിൽ നല്ല ഫുഡ് അറേഞ്ച് ചെയ്തിട്ട് വീട്ടിലേക്ക് സൽക്കരിച്ച് കഴിഞ്ഞാലും എപ്പോഴും സന്തോഷം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കോമൺ ഫുഡ് ഉണ്ടാവുക, ഒരുമിച്ച് ഫുഡ് കഴിക്കുക, അവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടപ്പെട്ട ഡിഷ് ഉണ്ടാക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റും. ഈ മറ്റൊരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴാണോ നമ്മൾ കാരണമായി മറ്റൊരാൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്, തീർച്ചയായും ആ സമയത്ത് നമുക്കും സന്തോഷം ഉണ്ടാകുന്നതാണ്. നമ്മുടെ സ്ട്രെസ് മാക്സിമം റിലീസ് ചെയ്ത് കിട്ടും, നമ്മുടെ ടെൻഷൻ ഒഴിവാക്കി കിട്ടും. അതുകൊണ്ട് പരമാവധി ആളുകളെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതുപോലെ തന്നെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നല്ല സുഹൃത്ത് വലയത്തിലുള്ള അല്ലെങ്കിൽ ബന്ധുക്കളാണെങ്കിൽ അവർക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ഗേറ്റ് ഒരിക്കലും ക്ലോസ്ഡ് അല്ല എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളെ കാണാൻ, നമ്മളോട് സംസാരിക്കാൻ ഒരു പ്രയാസം വരുമ്പോൾ നമ്മുടെ അടുത്ത് കൂടിയെടുക്കാനുള്ള ഗേറ്റ് തുറന്നു വെച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ആണെങ്കിൽ, ഞാൻ പറഞ്ഞ എല്ലാ ആളുകൾക്കും നമ്മുടെ വീട്ടിലേക്ക് കയറി വരാമെന്നുള്ളതല്ല, നമ്മൾക്ക് വേണ്ടപ്പെട്ട സർക്കിളിൽ നമ്മൾ ആരെയാണോ സന്തോഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് എപ്പോഴും വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വരാമെന്നുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അപ്പോഴും സന്തോഷം ഉണ്ടാകുന്നതാണ്. ഒരു കാര്യം കൂടെ തന്നെ പുതിയ കാലത്ത് വേണമെങ്കിൽ പറയാവുന്നത്, ഇതൊക്കെ നമ്മളൊരു തിയറിയിൽ ഇങ്ങനെ പറയുന്നതാണ്, പുതിയ കാലത്ത് പറയാവുന്നത് മിക്കവാറും ആളുകൾക്കൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കണ്ട്, അപ്പം യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം എല്ലാം ഉണ്ട്. ആ അക്കൗണ്ടുകൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നിങ്ങനെ പറയും. അത് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നത് എൻ്റെത് ഓൾറെഡി ഈ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ കുടുംബക്കാരോ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ചാനൽ തുടങ്ങും. അങ്ങനെ അവർ വളരെ പ്രതീക്ഷയോടെ അങ്കിളെ ചേട്ടാ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത്
കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയിലായിരിക്കും. പിന്നെ നമ്മളെ ലൈഫിൽ ഇങ്ങനെ നിത്യജീവിതത്തിൽ കുഞ്ഞു സാധനങ്ങൾ, ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്, ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വേറൊരു വണ്ടി ഓൺ അടിച്ചിട്ട് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് സൈഡായി കൊടുത്തിട്ട് ആൾക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള അവസരം കൊടുത്തു നോക്കും. അപ്പോൾ ആൾക്ക് നല്ല സന്തോഷമുണ്ട്. ആരാന്ന് പോലും അറിയില്ല, അയാളുടെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ട്, അയ്യോ നല്ലൊരു ഡ്രൈവർ, നല്ലൊരാളാണ് മുമ്പിലെ വണ്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതുപോലെ എപ്പോഴും ആരെങ്കിലും ഒരു ഗിഫ്റ്റോ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഒരു താങ്ക്സ് പറയുക. അത് ഫാമിലിയിൽ മകൻ എന്തെങ്കിലും കൊടുത്ത മകൻ അച്ഛനോട് പറയുക, വൈഫിൻ്റെ നല്ലൊരു ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ താങ്ക് യു പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നടന്നു പോകുന്ന ഒരാൾക്ക് ഒരു ലഗേജ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അപ്പോൾ നമ്മൾ ഒരല്പസമയം ആ ലഗേജ് എടുത്ത് ഇങ്ങനെ പോവുക. ഇത് ചെയ്യുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഒരു പ്രായമുള്ള അമ്മൂമ്മയുടെ കയ്യിൽ നിന്നുള്ള ബാഗ് എടുത്ത് താഴേക്ക് വെച്ച് കൊടുക്കുക, ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി കൊടുക്കുക. ഇങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അപ്പോഴൊക്കെ മറ്റൊരാൾക്ക് സന്തോഷം ഉണ്ടാകുന്നു, നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു. അതുപോലെ പരമാവധി ആളുകളെ സംസാരിക്കുമ്പോൾ നീ, നിങ്ങൾ, എടാ, പോടാ എന്ന രീതിക്ക് അപ്പുറത്തേക്ക് പേര് മെൻഷൻ ചെയ്ത് വിളിക്കുമ്പോഴും സന്തോഷം ഉണ്ടാകുന്നതാണ്. അവസാനമായിട്ട് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവർ രോഗിയായി കിടക്കുന്ന ഒരു അവസ്ഥ വന്നാൽ, കൊറോണ ആണെങ്കിലും എന്താണെങ്കിലും, ആ സമയത്ത് അവരുടെ സുഖവിവരം അന്വേഷിക്കുക, ഫോണിലൂടെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ, നേരിട്ട് കാണാൻ പറ്റുന്ന സ്ഥിതിക്കാണെങ്കിൽ അങ്ങനെ പോയി കാണുകയും ആശ്വാസ വാക്കുകളും പറയുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യമാണ്. സോ ലൈഫിൽ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ കുഞ്ഞു കുറേ കാര്യങ്ങളാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ ആവശ്യമുള്ളവർ MTVLOG എന്നുണ്ട്, ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MTVLOG.